ഓർമ്മയ്ക്കായി ഭാഗം 74. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. നിങ്ങളോട് ഞാൻ വീഡിയോയുടെ അവസാനം എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പിംഗ് ഓപ്ഷൻ ഓൺ ആവും. അപ്പോൾ ഇനി എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക്. നിങ്ങളാൾ കൊള്ളാലോ, അമ്മ പറഞ്ഞതും ആൽഫി അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു. മുണ്ടും മാത്രമാണ് ഉടുത്തിരിക്കുന്നത്. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന സ്വർണ്ണമാലകൾ. അവിടെ ഇവിടെയായി ചുവന്ന പാടുകളുണ്ട്. അമ്മുവിൻ്റെ നോട്ടം കണ്ടതും ആൽഫി സ്വയം ഒന്ന് നോക്കി. പിന്നെ അവളെ നോക്കിക്കൊണ്ട് മീശ പിരിച്ചുകൊണ്ട്, ഞാൻ കൊള്ളാമെന്ന് ഇപ്പോഴാണ് തോന്നിയത്, ഇന്നലെ മനസ്സിലായില്ലേ? ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കള്ളച്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ, നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കാൻ പോയ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഇതെന്തേ ചായ, ഇവിടെ വന്നിട്ടാണോ ഈ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ട നാണക്കേടാണേ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നാണക്കേടൊന്നുമില്ല അല്ലേ? ആൽഫി ചോദിച്ചതും അവൾ പതിയെ അവിടെ ഒന്ന് കടിച്ചു. എടി പെണ്ണെ, നീ നോക്കി, എല്ലാവിടെയും കടിച്ചു മുറിച്ച് വെച്ചിരിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ദേ ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെന്നാലും നടക്കും. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കും. ഞാനെന്താ പറയേണ്ടത് എന്ന് കൂടി പറഞ്ഞിട്ട് വേണം എന്നെ കടിക്കാൻ, ആൽഫി പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. അതിന് ഈ ചാൻ ഷർട്ടില്ലാതെ പുറത്തെങ്ങും നടക്കില്ലല്ലോ. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിൽ കൂടി ഈ ചാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടാകും, അതെനിക്കറിയാം. പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴല്ലേ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പോൾ ആരോടും മറുപടി പറയണ്ടല്ലോ. ഇതെല്ലാം ഞാൻ സമ്മാനിച്ചതാണെന്ന് എനിക്കറിയാലോ, അവൾ പറഞ്ഞു. ഓ, ആ ധൈര്യത്തിലാണ് അപ്പോൾ എന്നെ കടിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവിടെ ഒന്ന് ആഞ്ഞു കടിച്ചു. ആ! അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അവളുടെ കൈവിരലുകൾ അവൻ്റെ കയ്യിൽ മുറുകി. അവൻ പതിയെ കടിച്ചെടുത്ത് നിന്ന് മുഖം മാറ്റി അവളെയൊന്ന് നോക്കി. കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വേദനിച്ചിട്ടുണ്ടെന്ന്. അവൻ കടിച്ചെടുത്തേക്ക് ഒന്ന് നോക്കി. നല്ല രീതിയിൽ തന്നെ ചുവന്ന് കിടക്കുന്നുണ്ട്. പെണ്ണിന് നല്ല വെളുത്ത നിറമായതുകൊണ്ട് തന്നെ എവിടെ തൊട്ടാലും ചുവന്ന് കിടക്കും. അപ്പോൾ പിന്നെ ഈ കടി, അതും അത്രയും സ്ട്രോങ്ങിൽ കടിച്ചത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ കാലിൽ കയറി നിന്നു. പതിയെ കാലിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ താഴ്ത്തി അവൻ്റെ കഴുത്തിൽ ആഞ്ഞു കടിച്ചു. ഓ! കണ്ണുകൾ മുറുക്കി അടച്ച് ആൽഫി വേദന സഹിച്ചു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നുണ്ട്. എന്നിട്ടും പെണ്ണ് വിടാതെ കടിക്കുകയാണ്. പിന്നീട് അവളുടെ നാവുകൾ അവിടെ നുണയുന്നത് അവൻ അറിഞ്ഞു. അതറിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു. അവൾ പതിയെ അവിടെ നിന്നും അകന്നു മാറി. ഇതിപ്പോൾ എല്ലാവരും കാണുമല്ലോ, ഇച്ചാൻ ഇതിന് എന്താ മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്നറിയണം, അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ കടിച്ച പാടിൽ ഒന്ന് തടവി. ഓ, പകരം വീട്ടിയതാണല്ലേ. പക്ഷേ ഒരു കാര്യം മറന്നു. എൻ്റെ ഈ പെണ്ണിൻ്റെ ഈ ശരീരം എടുത്തു നോക്കിയാൽ എൻ്റെ ശരീരത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ പാടുകൾ ഉണ്ടാകും, മുറിവുകൾ ഉണ്ടാകും അല്ലേ? ആൽഫി പറഞ്ഞതും, അയ്യോ, ഇനി ഈ സംസാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം. അതുപോട്ടെ, അഗ്നിയേട്ടൻ അവിടെയുണ്ടോ? ഹൈദരാബാദ് അപ്പുവിനെ കണ്ടോ? അമ്മു ചോദിച്ചു. എന്താ വിളിച്ചേ? അഗ്നിയേട്ടനോ? അത് പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, ഇനി അത് മാറ്റാൻ നിൽക്കണ്ട, ആൽഫി പറഞ്ഞു. പറ, എന്നിട്ട് കണ്ടോ അപ്പുവിനെ? പിന്നെ ആ ചെക്കൻ ഇന്നലെ ഹൈദരാബാദ് എത്തിയത് മുതൽ അപ്പുവിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ പാർക്കിങ്ങിലുണ്ട്. ഈശ്വര, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെയോ? അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ബാൽക്കണി ഉണ്ടോ? ബാൽക്കണിയുടെ അടുത്ത് വിൻഡോയും? ആ ഉണ്ട്.
എന്നാ ചെക്കൻ അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആൽഫി പറഞ്ഞു. എന്നിട്ട് അപ്പുവിനെ കണ്ടോ? അമ്മു ചോദിച്ചു. എവിടുന്ന്? രാത്രി നിന്റെ അപ്പു അവിടെ ഉറക്കമൊഴിച്ച് ഇവനെയും കാത്തു നിൽക്കാൻ പോവാണോ? ആ പെണ്ണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇവൻ ഉറക്കമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ? ആ പിന്നെ ആ അവൻ ഇനി ഉറങ്ങണമെങ്കിൽ നമ്മുടെ അപ്പു അവൻ്റെ കൂടെ വേണമെന്നാ പറയുന്നത്. എന്നാൽ മാത്രമേ ഇനി അവൻ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങൂ എന്ന്. ദൈവത്തിനറിയാം അത് നടക്കുമെന്ന്. ആൽഫി പറഞ്ഞു. ഇച്ചായൻ അപ്പുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മു ചോദിച്ചു. ഞാൻ വിളിച്ചിരുന്നു. അവൾ ഏതോ അമ്പലത്തിൽ പോകാമെന്നാണ് പറഞ്ഞത്. ആൽഫി പറഞ്ഞു. ആ അത് ശരിയാ, അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ മിക്കപ്പോഴും പോകാറുണ്ട്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. അമ്മു പറഞ്ഞു. എന്താ ആ ക്ഷേത്രത്തിൻ്റെ പേര്? ആൽഫി ചോദിച്ചു. അതെന്തിനാ? അഗ്നിയേട്ടനോട് പറയാനാണോ? അമ്മു ചോദിച്ചു. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം പറയേ. ഏത് ക്ഷേത്രമാണത്? ഇനി അവൻ അവളുടെ പുറകെ പോയി എങ്ങാനും വഴി തെറ്റിപ്പോയാൽ അവന് കറക്റ്റായിട്ട് എത്താനുള്ള ഒരു റൂട്ട് മാപ്പ്, അത്രയേയുള്ളൂ. പറയ് പെണ്ണേ, ഏതാ ക്ഷേത്രം? ആൽഫി ചോദിച്ചു. അഗ്നിയേട്ടനോട് അത്രയ്ക്ക് അടുപ്പായോ ഇച്ചായന്? അമ്മു ചോദിച്ചു. അവന് ഒളിപ്പോര് അത്ര വശമില്ല. എല്ലാം നേർക്കുനേരാണ് അവൻ തീർക്കാറ്. ഇപ്പോൾ അമ്മുവിനെ അല്ല അപർണയെ അന്വേഷിച്ച് നടന്നത് പോലും അവൻ അതിനു വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ അവൻ അവളെ അന്ന് വിട്ടുകൊടുക്കുമായിരുന്നു എന്ന്? അവന് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ, അവന് പകയുണ്ടായിരുന്നെങ്കിൽ, അപ്പുവിന് ഓർമ്മ തിരിച്ചു കിട്ടി എന്ന് അറിഞ്ഞാൽ പോലും അവൻ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ലായിരുന്നു. ബലം പിടിച്ചിട്ടാണെങ്കിലും അവൻ അവളെ കൊണ്ടുപോകുമായിരുന്നു. നമുക്കൊന്നും പിന്നെ അപ്പുവിനെ ഒരിക്കലും തിരിച്ച് കാണാൻ പറ്റാത്ത രീതിയിലാക്കാൻ അവന് സാധിക്കുമായിരുന്നു. പക്ഷേ അവൻ എന്താ ചെയ്തത്? അവളുടെ വിഷമം കാണാൻ പറ്റാതെ അവൻ അവളെ സ്വതന്ത്രമാക്കി. എന്നിട്ട് അവൻ കിടന്ന് വിഷമിച്ചു. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ ഇനിയും അവളെ കാണാതിരുന്ന വട്ടുപിടിക്കും എന്ന് തോന്നിയ അവസരത്തിലാണ് അവൻ അവളെ അന്വേഷിച്ചിറങ്ങിയത്. അല്ലാതെ അത്ര ക്രൂരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവനത്ര ക്രൂരനല്ല, ആൽഫി പറഞ്ഞു. പിന്നെ സ്നേഹിച്ച പെണ്ണിനെ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരാണിനെ എനിക്കിഷ്ടമാണ്, ആൽഫി പറഞ്ഞു. എങ്ങനെ ചേർത്ത് പിടിച്ചത്? അവളുടെ സമ്മതമില്ലാതെ താലി കെട്ടി കൂടെ ചേർത്തതോ? അമ്മു ചോദിച്ചു. അതിപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യുമായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്നിട്ട് നീ എങ്ങനെ ആ സമയത്ത് സമ്മതിച്ചില്ലെങ്കിൽ? പോട്ടെ, എനിക്കിതിലും നല്ലത് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിട്ടുകളയുന്നതാണ് തോന്നിയത്. ഒരിക്കലും നടക്കില്ല. ബലം പിടിച്ച് അഗ്നി ചെയ്തതുപോലെയാണെങ്കിലും ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുമായിരുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി. അത്രയ്ക്കതേ ഇവിടെ കയറിപ്പോയതാ നീ, അവൻ ഒരു കൈ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ സമ്മതം ചോദിക്കില്ലായിരുന്നോ? അമ്മു ചോദിച്ചു. നിൻ്റെ സമ്മതം ആർക്ക് വേണം? ആൽഫിക്ക് ഇഷ്ടമാണെങ്കിൽ, ആൽഫി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവനും കൂട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പൊക്കുമായിരുന്നു മോളെ, ആൽഫി പറഞ്ഞു. ഓ, അപ്പോൾ രണ്ടും ഒരച്ചിൽ വാർത്തത് തന്നെയാ അല്ലേ? അമ്മു ചോദിച്ചു. അതേലോ, അതുകൊണ്ടാണല്ലോ അവനോട് എനിക്കൊരു ഇഷ്ടക്കൂടുതൽ, ആൽഫി പറഞ്ഞു. അമ്മു പറ മോളെ, ഏതാ ക്ഷേത്രം? ആൽഫി ചോദിച്ചു. എൻ്റെ അപ്പു ഇപ്പോഴും അഗ്നിയേട്ടനെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. പെദ്ദമ്മ ക്ഷേത്രം, അവൾ പറഞ്ഞു. എന്ത്? ആ, പെദ്ദമ്മ ക്ഷേത്രം. സെക്കന്ദരാബാദിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പെദ്ദമ്മ ക്ഷേത്രം. അസാധാരണമായ ഭാവത്തിൽ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. 150 വർഷത്തിലേറെയായി. ഹിന്ദുക്കൾക്ക് വളരെ പുണ്യസ്ഥലമാണിത്. പെദ്ദമ്മ എന്ന എല്ലാ അമ്മമാരുടെയും അമ്മ എന്നാണ് പറയുന്നത്, അതായത് ദൈവം എന്ന്. മതപരമായ വികാരങ്ങൾക്ക് പുറമെ മനോഹരമായ വാസ്തുവിദ്യയും ചുറ്റുപാടുമുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ പെദ്ദമ്മ ക്ഷേത്രത്തിൽ ലക്ഷ്മിയുണ്ട്, ഗണപതി, സരസ്വതി എന്നിവരുടെ വിഗ്രഹങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിൽ നാളികേരം മാത്രമേ വഴിപാട് സ്വീകരിക്കൂ. മതി. എൻ്റെ ദൈവമേ, ഇത്രയും വിശദമായിട്ട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഏത് ക്ഷേത്രമെന്നല്ലേ ചോദിച്ചത്? അല്ല, കൂട്ടുകാരനെ വിളിക്കുമ്പോൾ വിശദമായി തന്നെ പറഞ്ഞോളൂ പെദ്ദമ്മ ക്ഷേത്രത്തെപ്പറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്മ പറഞ്ഞു. അതെ, ഞാൻ താഴേക്ക് പോവാണ്. ഇച്ചാൻ വരുന്നുണ്ടെങ്കിൽ വാ. പെങ്ങളെ വളക്കാൻ സഹായിക്കുന്ന ഒരാങ്ങള.
എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നു പോകുന്നത് കണ്ട ആൽഫി ഒന്ന് ചിരിച്ചു. അവൻ ഫോണെടുത്ത് അഗ്നിയെ വിളിച്ചു. അഗ്നി, പെద్దമ്മ ക്ഷേത്രം, അവിടേക്കാണ് അവൾ പോകുന്നത്. ആൽഫി പറഞ്ഞു. അതെയോ, താങ്ക്സ് ഡാ. ഞാൻ ദേ അവളുടെ വണ്ടിയുടെ പുറകെ തന്നെയുണ്ട്. ഞാൻ അവളെ കണ്ടിട്ട് വിളിക്കാം നിന്നെ. ശരി. ഞാൻ പറഞ്ഞത് മറക്കരുത്. അവളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ പാടില്ല. എങ്ങനെ പ്രതികരിച്ചാലും നീ അത് വളരെ വളരെ ശാന്തമായി തന്നെ അത് അംഗീകരിക്കണം, സ്വീകരിക്കണം. നിന്റെ ദേഷ്യം കാണിക്കരുത് നീ, കേട്ടല്ലോ? ആൽഫി പറഞ്ഞു. എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. ശരിയെന്നാ, ഞാൻ വിളിക്കാം. ഇപ്പോൾ തന്നെ ഇവിടെ റോഡിൽ തിരക്കായി തുടങ്ങി. അഗ്നി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, ശരിയായ മതിയായിരുന്നു. പിന്നെ ഒരു കണക്കിന് ആ ചെക്കനെ ഇത്തിരി വലിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഓവറാക്കരുത്. പാവല്ലേ? അഗ്നി പതിയെ പറഞ്ഞു. അവൻ ആ ദേവീക്ഷേത്രത്തിലേക്ക് നോക്കി. പിന്നെ തിരിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ കണ്ടു ബെഡ്ഷീറ്റ് മാറ്റി പുതിയ ബെഡ്ഷീറ്റെല്ലാം വിരിക്കുന്ന അമ്മുവിനെ. അമ്മു, ആ തോർത്തങ്ങ് തന്നെ എന്ന് പറഞ്ഞ് അവളുടെ തലമുടിയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്തുകൊണ്ട് ആൽഫി വാഷ്റൂമിലേക്ക് പോയി. അഗ്നി അപ്പുവിൻ്റെ കാറിൻ്റെ പുറകെ തന്നെയുണ്ടായിരുന്നു. അവൾ പെద్దമ്മ ക്ഷേത്രത്തിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് കാർ കയറ്റുന്നത് അഗ്നി കണ്ടു. ആ ക്ഷേത്രത്തിൻ്റെ പേര് വായിച്ച അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആൽഫി പറഞ്ഞ ആ പേര് അവൻ ഓർത്തു. അപ്പു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്നത് അഗ്നി കണ്ടു. അവളെ കണ്ടതും അഗ്നിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. തൻ്റെ പെണ്ണ്, അത് ഇവളായിരുന്നു. താൻ ഇത്രയും നാളും പുറകെ നടന്നത് ആൽഫിയുടെ അമ്മുവിൻ്റെ പുറകെയായിരുന്നു. ഛേ, അവൻ സ്വയം നെറ്റിയിലൊന്ന് അടിച്ചു. അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു. ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. പിങ്ക് ചുരിദാറിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും അമ്മുവിനെയും അപ്പുവിനെയും കണ്ടാൽ മാറിപ്പോകും എന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി. വെറുതെ അല്ല താൻ അമ്മുവിൻ്റെ പുറകെ നടന്നത്. ഇതെങ്ങനെയാണാവോ ഇത്രയും സാമ്യം? ആൽഫിക്ക് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് മാറിപ്പോയില്ലേ ആവോ? അവനോട് ചോദിക്കണം, ഇവരെ തിരിച്ചറിയാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ എന്ന് അഗ്നി ഓർത്തു. അവൻ സ്വയം ഒന്ന് നോക്കി. ഹൈദരാബാദിൽ വന്നിട്ട് കുളിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്? അവൻ അതും ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവൾ നടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുന്നത് അവൻ കണ്ടു. അവൾ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ച് അവൻ കാറിൽ തന്നെ ഇരുന്നു. അവൻ്റെ മനസ്സിൽ ആ ഒരു മാസക്കാലമുള്ളത് ഓർമ്മയിലേക്ക് വന്നു. ആദ്യം 2-3 ദിവസം തന്നോട് സംസാരിക്കാനോ തന്നോട് അടുത്ത് പെരുമാറാനോ ഒരു അകൽച്ചയായിരുന്നു അപ്പുവിന്. പിന്നീട് രാവിലെ എഴുന്നേറ്റ് താൻ കിച്ചണിൽ ചെല്ലുമ്പോഴെല്ലാം അവളും കൂടെ വന്നു തുടങ്ങി. തന്നെ ഓരോന്നിലും സഹായിച്ചു തുടങ്ങി. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവൾ തൻ്റെ കൂടെ തന്നെ നിൽക്കും. ആ വീട്ടിൽ താനും അവളും മാത്രമായതുകൊണ്ട് തന്നെ അവൾ പതിയെ സംസാരിച്ചു തുടങ്ങി. ആ സംസാരങ്ങൾക്കിടയിൽ എപ്പോഴേക്കോ അവളുടെ പേടിയും അകൽച്ചയും കുറഞ്ഞു വന്നു. അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പേര് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് ഗംഗ എന്നായിരുന്നു. ഗംഗ അഗ്നിദേവ് എന്നായിരുന്നു. തൻ്റെ അഗ്നിയെ കെടുത്താനായി വന്ന ഗംഗ. അങ്ങനെയാണ് താൻ അന്ന് മനസ്സിലോർത്തത്. അതുകൊണ്ട് തന്നെ ഗംഗ എന്ന പേരായിരുന്നു അവിടെ അവൾക്കായി അവൻ കൊടുത്തതും. പിന്നീട് അവനും ഗംഗ എന്ന് തന്നെയാണ് വിളിച്ചത്. പതിയെ പതിയെ അവൾ കുറുമ്പുകൾ കാണിച്ചു തുടങ്ങി, കുസൃതികൾ കാണിച്ചു തുടങ്ങി. തൻ്റെ പുറകെ എപ്പോഴും അഗ്നിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പലപ്പോഴും പെണ്ണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തനിക്ക് സ്വയം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയും ആ നെറ്റിയിലെ സിന്ദൂരവും തന്നെ അവളിലേക്ക് പലപ്പോഴും അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അവളും തടസ്സമൊന്നും നിന്നിട്ടില്ല. എന്നാൽ പോലും എവിടെയൊക്കെയോ താൻ അതിന് ഒരു അതിർവരമ്പുകൾ സൃഷ്ടിച്ചിരുന്നു. അവൾ വന്ന് തൻ്റെ മടിയിലിരിക്കുമ്പോഴും തന്നോട് ചേർന്ന് കിടക്കുമ്പോഴും തൻ്റെ നെറ്റിയിൽ ചുംബിക്കുമ്പോഴും തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും അവളുടെ നെഞ്ച്, അവളുടെ മാറിടം തൻ്റെ നെഞ്ചിൽ അമരുമ്പോഴും എല്ലാം തനിക്ക് പലപ്പോഴും തന്നെ നഷ്ടമാകാറുണ്ട്. പക്ഷേ അവളായി തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു താൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും തൻ്റെ മുന്നിൽ വെച്ച് അവൾ വീഴുന്നത്. അവിടെ നിന്നും ഓർമ്മ കിട്ടിയപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അറിയില്ല എന്ന് പറയുമ്പോഴും അവൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തൻ്റെ കണ്ണ് നിറയുമ്പോൾ നീ എൻ്റെ ഗംഗയാണ് എന്ന് പറഞ്ഞ്
ആർത്ത് കരയുമ്പോഴെല്ലാം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് താൻ കണ്ടിട്ടുണ്ട്. 3 ദിവസം തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ശ്രീവിദ്യ സുബ്രഹ്മണ്യം വന്ന് കണ്ട് അമ്മയെ തിരിച്ചറിഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുമ്പോഴും എല്ലാം താനൊരു കാഴ്ചക്കാരനെ പോലെ അവിടെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം തന്നോട് അവിടെ നിന്ന് പോയിക്കൊള്ളാൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ ശ്രീവിദ്യ സുബ്രഹ്മണ്യം പറഞ്ഞു. പക്ഷേ അവളുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി മാത്രം താൻ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. പിടിച്ചു വലിച്ച് നീ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, തൻ്റെ കൈക്കരുത്ത് കാണിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല തനിക്ക്. പക്ഷേ അപ്പോൾ അവളുടെ കണ്ണുകളിൽ കാണുന്ന ആ വെറുപ്പ്, അത് മാത്രം താൻ താങ്ങില്ല എന്ന് തോന്നി. അവളുടെ കണ്ണുകളിലെ തന്നോടുണ്ടാകുന്ന ദേഷ്യം, അതൊരിക്കലും തനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും ദിവസം തന്നെ സ്നേഹത്തോടെ പ്രണയത്തോടെ നോക്കിയ ആ പെണ്ണിൻ്റെ മുഖം, അത് മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അവിടേക്ക് അവളുടെ ദേഷ്യത്തോടെ നോക്കുന്ന ആ മുഖം വരരുത് എന്ന് കരുതി മാത്രമാണ് താൻ അവൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തത്. പക്ഷേ അതിന് തനിക്ക് സാധിക്കില്ല എന്ന് 2 ദിവസം കൊണ്ട് തന്നെ താൻ തിരിച്ചറിഞ്ഞു. പിന്നെ വീണ്ടും അന്വേഷണമായിരുന്നു. അപ്പോഴേക്കും തന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ അറിയുന്നത് അവൾ മലരിക്കൽ ഗ്രാമത്തിലെത്തിയിട്ടുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് ഒരു പാച്ചിലായിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോൾ തനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. പക്ഷേ തന്നെ നോക്കുമ്പോഴെല്ലാം ആ കണ്ണുകളിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല എന്നുള്ളത് ആ സമയമൊന്നും താൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ മുഴുവനും അവളെ എങ്ങനെയെങ്കിലും വീണ്ടും സ്വന്തമാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന ആൽഫിയെ ഇല്ലാതാക്കാൻ വരെ തോന്നിപ്പോയിട്ടുണ്ട്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവനോട്. ഞാൻ ഈ നിൽക്കുന്ന ആൽഫ്രഡ് സാമുവലിൻ്റെ പെണ്ണാണ് എന്ന് തൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറഞ്ഞ ആ പെണ്ണിനെ അന്ന് അവളെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. അപ്പോൾ ഞാൻ നിൻ്റെ ആരാണ് എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോഴെങ്ങാനും നിങ്ങൾ എൻ്റെ ആരുമല്ല എന്ന് അവളെങ്ങാനും പറഞ്ഞു പോയാൽ താൻ ആ സമയം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ അവളെ വേദനിപ്പിക്കുക കൂടി ചെയ്യും. അതില്ലാതിരിക്കാനും വേണ്ടിയാണ് മനഃപൂർവ്വം പിൻവാങ്ങിക്കൊണ്ടിരുന്നത്. അതേതായാലും നന്നായി എന്ന് അവന് തോന്നി. അവൻ മുന്നിലിട്ടിരിക്കുന്ന അപ്പുവിൻ്റെ കാറിലേക്ക് തന്നെ നോക്കിയിരുന്നു. അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞതും അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അപ്പുവിനെ അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. കൈയും കാലുമെല്ലാം വല്ലാതെ വിറയ്ക്കുന്നത് പോലെ. ഇതുവരെ ഇല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ. തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും എന്ന് പോലും അഗ്നിക്ക് തോന്നി. അപ്പു കാറിനടുത്ത് വന്ന് ഡ്രൈവിംഗ് സീറ്റ് തുറക്കുന്നത് കണ്ടതും അഗ്നി അവൻ്റെ കാറിൽ നിന്നും ഇറങ്ങി. അപ്പു, അഗ്നി വിളിച്ചതും അവൾ വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അവിടെ നിൽക്കുന്ന അഗ്നിയെ കണ്ട അപ്പു ഞെട്ടലോടെ കാറിലേക്ക് ചാരി നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അതെ, എല്ലാവരോടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ. അതെങ്ങനെയാണെന്നല്ലേ, എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യില്ലേ? ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ഓപ്ഷൻ അവിടെ വരും. അതൊന്ന് എനേബിൾ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഹൈപ്പും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.